പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു വാതരോഗം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാമോ, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളൊരു ഇതുണ്ടോ? യെസ്, അത് കൂടുതൽ നമ്മൾ കാണുന്ന സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് അത് ബേസിക്കലി അവരുടെ ഹോർമോൺസ്, ഈസ്ട്രോജൻ ഹോർമോൺ കാരണം വരുന്ന ഒരു കൂടുതലായിട്ട് വരുന്ന സ്ത്രീകളിൽ വരുന്നോണ്ട് അങ്ങനെ വരുന്നത്. പിന്നെ ബേസിക്കലി ചില അസുഖങ്ങളിൽ ഈ മെയിൽ ജെൻഡറിലും കൂടുതലായിട്ട് കാണാം, പുരുഷങ്ങളിൽ കൂടുതലായിട്ട് കാണാം. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നട്ടെല്ല് ബാധിക്കുന്ന വാദം, അതിന്റെ പേര് അങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും. പിന്നെ നമുക്ക് സോറിയാസിസ് അസുഖമുണ്ട്, സ്കിന്നിന്റെ ഒരു വരുന്ന ഒരു അസുഖം, അതില് നമുക്ക് വാദം വരാം. ആ ഒരു സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് ഒരു 10-20% ആൾക്കാർക്ക് സന്ധികളിൽ നീർക്കെട്ട് വരാം, സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അതും കൂടുതൽ നമുക്ക് പുരുഷങ്ങളിലാണ് കാണുന്നത്. പിന്നെ വേറെ എന്ന് പറയുമ്പം മെയിൽസിൽ വരുന്നത് യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന അസുഖങ്ങൾ, ഗൗട്ട്, അതും കൂടുതൽ മെയിൽസിലാണ് കാണുന്നത്. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് ആമവാദം ആയാലും അല്ലെങ്കിൽ SLE എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, ഷോഗ്രിൻസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, അല്ലെങ്കിൽ രക്തക്കുഴലിൽ ബാധിക്കുന്ന വാദം, മസിൽസിൽ വരുന്ന പേശികളിൽ വരുന്ന വാദം, അതെല്ലാം കൂടുതൽ നമ്മൾ ഫീമെയിൽസ്, അത് അവരുടെ ഹോർമോൺ, ഈസ്ട്രോജൻ ഹോർമോൺ കാരണം വരുന്ന ചേഞ്ചസ് ആ കൂടുതൽ. അതും കൂടുതൽ നമ്മൾ ഈ ചൈൽഡ്, നമ്മൾ ഈ പ്രഗ്നന്റ് ആവുന്ന ഏജിലായിരിക്കും നമുക്ക് ഒരു 20 തൊട്ട് 50 വയസ്സ് വരെ കൂടുതൽ ഈ അസുഖങ്ങൾ നമ്മൾ വരാനുള്ള ചാൻസ് കൂടുതൽ.